സ്ത്രീകളുടെ രാത്രികാല യാത്രയ്ക്കായി KSRTC പിങ്ക് ബസ് ഇറക്കുന്നു. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10:45 വരെയാണ് സർവീസ്. ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. ഈ സർക്കാരിന്റെ നിലവിലുള്ള ഏറ്റവും മികച്ച പദ്ധതി എന്ന് ചൂണ്ടിക്കാണിക്കാനാവുന്ന പ്രിയദർശിനി ബസ്സുകളുടെ ജൈത്രയാത്ര വിജയകരമായി മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ രാത്രികാലങ്ങളിലെ സ്ത്രീകളുടെ യാത്ര സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി പിങ്ക് ബസ്സുകൾ അവതരിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. തുടക്കത്തിൽ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിൽ മാത്രമാകും ആരംഭിക്കുക. അതിനുശേഷം അതിന്റെ കുറവുകളൊക്കെ നികത്തി മറ്റിടങ്ങളിലേക്കും ഇത് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. രാത്രി 9 മണിക്ക് ശേഷം നഗരത്തിൽ വന്നിറങ്ങുന്ന യാത്രക്കാർ, നമുക്കറിയാം, അവർക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി KSRTC ഓർഡിനറി ബസ്സുകളുടെ ഒരു സംവിധാനം പലപ്പോഴും ലഭിക്കാതെ പോകുന്നുണ്ട്. അപ്പം നഗരത്തിൽ വന്നിറങ്ങുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന സ്ത്രീകൾക്കായി, സിനിമ കണ്ടു മടങ്ങുന്ന, ജോലിക്ക് ശേഷം മടങ്ങുന്ന സ്ത്രീകൾക്കായിട്ട് സുരക്ഷിതമായ ഒരു യാത്രാ സംവിധാനം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. നിലവിൽ ഇത്തരമൊരു സാഹചര്യം ഇല്ലാത്തതിനാൽ ഓട്ടോറിക്ഷയും മറ്റു തരത്തിലുള്ള യാത്രാമാർഗ്ഗങ്ങളെയൊക്കെ സമീപിക്കേണ്ട ഒരവസ്ഥ സ്ത്രീകൾക്കുണ്ട്. പക്ഷേ അതിനൊരു മാറ്റം വരുത്തുകയാണ്. നമുക്കറിയാം, ടെക്നോ പാർക്കിലൊക്കെ 9 മണി തൊട്ട് 5 മണി വരെ ഷിഫ്റ്റിൽ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളുണ്ടാകും. മാധ്യമ സ്ഥാപനങ്ങളിലും അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. അപ്പോൾ ഈ ടെക്നോ പാർക്കിലെ പ്രതിനിധികളൊക്കെ തന്നെ മന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു, ഇത്തരത്തിലൊരു യാത്രാക്ലേശം അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പം അതിനൊരു പരിഹാരം കാണുക കൂടിയാണ്. മാത്രമല്ല, ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആരംഭിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ടെക്നോ പാർക്ക് റൂട്ടിലാണ് തുടക്കത്തിൽ ഈ ഒരു ബസ് വരിക. കിഴക്കേക്കോട്ട, തമ്പാനൂർ, പട്ടം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, ഇൻഫോസിസ്, ലുലുമാൾ, കിംസ് ആശുപത്രി വഴി സർവീസ് നടത്തുന്ന രീതിയിലാണ് നിലവിൽ ഈ ബസിന്റെ ഷെഡ്യൂൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സർവീസുകളുടെ ഒരു കൃത്യത ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടി തന്നെ ഓൺലൈൻ റിസർവേഷൻ സംവിധാനവും ഒരുക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. അത് മാത്രമല്ല, ഭാവിയിൽ ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിക്കുന്ന കാര്യവും നിലവിൽ പരിഗണനയിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. പദ്ധതിക്കായിട്ട് തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോയിൽ നിന്ന് സർവീസ് നടത്തുന്നതിന് വേണ്ടി ഏറ്റവും നവീനമായിട്ടുള്ള ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ തന്നെ അനുവദിച്ചു നൽകിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ, അതായത് പിങ്ക് ബസ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കും. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ വെച്ച് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നിർവഹിക്കും.